ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ ഇക്കാടെ വീട്ടിലാട്ടോ. അപ്പോൾ ഇക്കാടെ വീട്ടിലത്തെ ഒരു രാവിലെ മുതൽ രാത്രി വരെയുള്ള എൻ്റെ ഒരു റുട്ടീനാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. പിന്നെ രാവിലെ ഇതൊരു 7:30 7:45 ഏകദേശം എണീക്കൂട്ടോ. ഞാൻ എണീറ്റിട്ട് സമയം നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അലാറൊന്നും വെക്കാറില്ല കേട്ടോ. ഏകദേശം ആ സമയമാകുമ്പോൾ ഉണർച്ച വരും, എന്നും എണീക്കണതല്ലേ. പിന്നെ എൻ്റെ റൂമിൽ ഇത്ര ലേറ്റ് എന്താണെന്നറിയോ? ഓപ്പോസിറ്റ് സൈഡിലത്തെ കറക്റ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് സൺലൈറ്റ്, സൂര്യൻ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് 6:30 മുതൽ ഇങ്ങനെ ലേറ്റ് വന്ന് തുടങ്ങും. പിന്നെ ഐബു നല്ല ഉറക്കത്തിലാട്ടോ. ഐബു ഇപ്പോൾ ഫീഡിങ് ഒക്കെ നിർത്തിയ ശേഷം 1 hour കൂടുമ്പോൾ എണീക്കണില്ല. കുറച്ച് ഭേദമുണ്ട്, എന്നാലും കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണമില്ല. അത് ചില കുട്ടികളൊക്കെ പറഞ്ഞു കിട്ടിയത് 2 വയസ്സൊക്കെ ആയാൽ ഫീഡിങ് നിർത്തി കഴിഞ്ഞ് കണ്ടിന്യൂസ് ഉറങ്ങുന്നു. ശിവ അങ്ങനെ റെഡി ആയിട്ടില്ല കേട്ടോ. എണീക്കണമൊക്കെ ഉണ്ട്, പക്ഷേ 1 hour കൂടുമ്പോൾ എണീക്കണില്ല എന്നുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അതിൻ്റെ സ്കിൻ കെയറും കലാപരിപാടികളൊക്കെ എടുക്കണേ. അതൊക്കെ ചെയ്ത് റിഫ്രഷിങ് ആവുള്ളൂ. എനിക്ക് മോർണിംഗ് അതൊക്കെ ചെയ്താലാണ് എൻ്റെ മനസ്സിനും ഒക്കെ ഒന്ന് റിഫ്രഷിങ് ഫീൽ വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ സിറം യൂസ് ചെയ്ത് തുടങ്ങി പറഞ്ഞില്ലേ, 1 week ആയി ഇപ്പോൾ ഏകദേശം കേട്ടോ. എനിക്ക് നല്ലപോലെ വ്യത്യാസം അറിയുന്നുണ്ട്. കാരണം എനിക്ക് നല്ലപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു മുഖത്ത്. അതൊക്കെ ഇങ്ങനെ ഫെയ്ഡായി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല, കുറച്ചും കൂടി യൂസ് ചെയ്ത് നോക്കട്ടെ. എനിക്കിങ്ങനെ ഈ സൈഡിൽ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഫെയ്ഡ് ഔട്ട് ആയി പോയ പോലെ തോന്നുന്നു. എന്നിട്ട് ഞാൻ എണീറ്റിട്ട് താടിക്ക് പോവാണ്. അപ്പോൾ ഇന്നലത്തെ ഐബുവിൻ്റെ തിരുമ്പാളതുണ്ട്. അപ്പോൾ അതവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് മുക്കി വെച്ച് തിരുമ്പണം. എന്നിട്ട് ഞാൻ നേരെ പോയി അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീക്കുമ്പോഴത്തേനും ഇന്ന് പുട്ടാണിന്ന്. അപ്പോൾ ഇന്നലത്തെ കറിയുണ്ട്, ചിക്കൻ കറി. അപ്പോൾ പിന്നെ അതാക്കി വെച്ചേക്കണ്. അപ്പോൾ അച്ചാക്കൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കണേ. അപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് പയറുപ്പേരി വെക്കാമെന്ന്. അപ്പോൾ ഞാനങ്ങനെ പയറൊക്കെ എടുത്തിട്ട് അരിയാൻ പോവേട്ടാ. ഞാൻ എപ്പോൾ പയറുപ്പേരി വെക്കുമ്പോഴും ഈ തണ്ട് ഉണ്ടാവില്ലേ, 2 സൈഡത്തെ തണ്ട് കളഞ്ഞിട്ട് നടു മുറിച്ചിട്ട് വെള്ളത്തിലിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് വേഗം സിമ്പിളായിട്ട് അത് അരിഞ്ഞെടുക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ഞാനിങ്ങനെ പയറൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് മൂപ്പരാൾ എണീറ്റ്. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കിച്ചണിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്തൊക്കെ എണീക്കാറുണ്ട്. അപ്പോൾ ഞാൻ മേലെ പോയിട്ട് ഇപ്പോൾ ഫീഡിങ്ങില്ലല്ലോ, മറ്റേത് ഫീഡ് ചെയ്ത് തന്നെ ഉറക്കിയാൽ മതി. ഇപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തട്ടി ഉറക്കും. ചില സമയത്താണെങ്കിൽ ഉറങ്ങും, ചില സമയത്ത് അവൻ്റെ ഉറക്കം തീരും, പിന്നെ ഉറങ്ങില്ല, പിന്നെ എണീറ്റ് വരും. അങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ നേരത്തൊക്കെ എണീക്കൂട്ടോ. ഇപ്പോൾ 12:30 ഉറങ്ങി ചില സമയത്ത് 8:30 9 മണിയാകുമ്പോൾ എണീക്കും. ഉറക്കമൊക്കെ കുറവ് തന്നെ മൂപ്പരാൾക്കിപ്പോൾ. പക്ഷെ അപ്പൊ എന്താ ഗവൺമെന്റിന് മാത്രം കുഴപ്പമില്ലാത്ത? ഓ, അപ്പൊ പൊതുവേ മുമ്പൊക്കെ ഞാൻ എണീറ്റ് വരുമ്പോൾ ഉമ്മ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കറി ഉമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ കറി ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഇത്തരം സമയത്താണെങ്കിൽ ഒരാൾ കറിക്കാക്കും, ഒരാൾ ഉപ്പേരിക്ക ഫസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കും, ഉമ്മ കടി ഉണ്ടാക്കും. കടി എപ്പോഴും ഉമ്മനെ ഉണ്ടാക്കുക. ഞാൻ ഇത്രയും ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാറ്. അപ്പം ഇന്നിപ്പോൾ ഇത്തല്ല കേട്ടോ, ഇത്ത വീട്ടിൽ പോയേക്കണ 2 ദിവസമായി. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ സമയത്ത് പോയല്ലോ. അപ്പോൾ ഇത്ത ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഇക്കുണ്ടായിരുന്നു, അപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തപ്പോൾ ഇപ്പോഴാണ് പോയേക്കണത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ ഇന്നലത്തെ കറി ഉള്ളതുകൊണ്ട് പിന്നെ കറിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ സ്ട്രെയിറ്റ് നിന്ന് ഉപ്പേരി ഉണ്ടാക്കിയേക്കാൻ വിചാരിച്ച്. ഞാൻ പിന്നെ രാവിലെ ഇപ്പോൾ തീരെ വിശപ്പില്ല കേട്ടോ. നോമ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിലേ വിശപ്പ് കുറവ്, പക്ഷെ നോമ്പിനൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം രാവിലെ തീരെ വിശക്കില്ല. എത്ര നേരത്തെ എണിച്ചാലും 10 മണി 10:15 വിശക്കില്ല. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞിരുന്നാൽ ഉമ്മ കഴിച്ചോ, ഞാൻ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാം
പറഞ്ഞ്. എനിക്ക് എങ്ങനെയാ വെച്ചാൽ ഒരു പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാണ്ട് ചെയ്യാൻ പോകുന്നത് ഇഷ്ടമല്ല. കാരണം എന്തായാലും ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വേണമല്ലോ അതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ വിചാരിച്ച്. പിന്നെ മാത്രമല്ല ഷാമിയൊക്കെ നാട്ടിലത്തെ ഒരു 8:45 9 മണി ആകുമ്പോഴാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിളിക്കുക. അപ്പോഴത്തേനും ഉപ്പേരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഷാമിയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേനും അതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ടൈം അങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഉമ്മയോട് ഓരോന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ പൊതുവെ രാവിലെ അങ്ങനെ കേട്ടോ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഓരോന്ന് ചെയ്യും. എനിക്കിങ്ങനെ വർത്തമാനം പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലേ, നേരെ വളവളല്ലേ ഞാനിപ്പോൾ ഉമ്മ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാനിവിടെ നിന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ പയറുപ്പേരി എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ ക്യാരറ്റും ക്യാബേജൊക്കെ വെക്കണ പോലെ തന്നെ ഉണ്ടാക്കുക. പക്ഷെ നമ്മളവിടെയൊക്കെ പയറുപ്പേരി ഈ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതിട്ടിട്ട് ആണ് ഉണ്ടാക്കാറ്. പക്ഷെ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയിരുന്നു. ഷാപ്ചാക്ക് അത് കുറച്ച് എരിവോ പറഞ്ഞിട്ട് അങ്ങനെ വല്ലാണ്ട് താല്പര്യമില്ല. പിന്നെ ഇന്ന് ചില്ലി ഫ്ലേക്സ് ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും പച്ചമുളക് ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച്. ഹൈബ് പുറക്കെട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി വരും. പക്ഷേ നമ്മൾ സ്റ്റെയർ കേസ് കണ്ടാൽ നല്ല ഗ്യാപ്പുള്ളതുകൊണ്ടേ വീഴുന്നൊക്കെ പേടിയാണ്. അപ്പം ഞാൻ ഓടിപ്പോയി ബാഗ് എടുത്ത്. കാരണം ചെള്ളിയല്ലേ മൂപ്പരാൾ, അധികം തടിയില്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ വീണ നല്ല രസമുണ്ടാവും, അടിയിലേക്ക് എത്തൂലേ. ഹൈബൂന് ഫീഡിങ്ങൊക്കെ മാറിയതിന് ശേഷം ഇപ്പോൾ പുതിയതായി തുടങ്ങിയതാട്ടാ. രാവിലെ എണീറ്റുടനെ അവനക്ക് ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കൊടുക്കും. അതാണ് ഇപ്പോൾ എണീറ്റിട്ട് പാമ്പേഴ്സൊക്കെ മാറ്റിയത് ചെയ്തതിന് ശേഷം ചായയിൽ ബിസ്ക്കറ്റ് 2 ബിസ്ക്കറ്റൊക്കെ അങ്ങനെ തിന്നൂട്ടാ. അപ്പോൾ അതിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഉമ്മ പറയുന്നത് ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഈ ചായയും ബിസ്ക്കറ്റ്. ഇപ്പോഴൊക്കെ തന്നെ ഞാൻ ഏത് ബിസ്ക്കറ്റായാലും ക്രീം ബിസ്ക്കറ്റായാലും സാധാ ബിസ്ക്കറ്റായാലും ഒക്കെ എപ്പോഴും ഞാൻ ചായയിൽ മുക്കിയിട്ട് തിന്നുക, വെറുതെ ഒരു ബിസ്ക്കറ്റും തിന്നില്ല. അപ്പം അതുപോലെ തന്നെയാണ് വേണമെന്നൊക്കെ ഉമ്മ പറയും ഇടയ്ക്ക്. സൗണ്ട് അങ്ങനെ അവന് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് പുട്ടിക്ക് നോക്കുമ്പോൾ പപ്പടമില്ല. അപ്പോൾ പപ്പടം പുട്ടിക്ക് വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഉച്ചയ്ക്ക് പപ്പടം ഉണ്ടാവും ചോറിക്ക്. അപ്പോൾ പിന്നെ ഇപ്പനെ പൊരിച്ച് വെച്ചാൽ പിന്നെ ഉച്ചയ്ക്കും കൂടി എടുക്കാൻ വെച്ചാൽ അങ്ങനെ പൊരിക്കുക ഞാൻ. അപ്പോൾ ഇതാ പുട്ട്, ഇറച്ചിക്കറി, പപ്പടം, പിന്നെ റീമ ഞാനും കൂടി ഒരുമിച്ച് കഴിക്കണോണ്ട് എന്തെങ്കിലും ടാബിൽ അങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് കഴിക്കാൻ പറഞ്ഞ്. ഞാൻ ഒറ്റ കഴിക്കാൻ വെച്ചാൽ അങ്ങനെ ഇപ്പോൾ TV ഇവിടെ അങ്ങനെ കാണാറില്ല, ടാബ് അങ്ങനെ കാണാറൊന്നുമില്ല കേട്ടോ. വേഗം ഭക്ഷണം വെച്ച് ചോട് ചേർപ്പായി. ഇപ്പോൾ ഇവിടെ അങ്ങനെ കാറിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിക്കൂട്ടോ, അങ്ങനെ എടുക്കണമെന്ന് പറയില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം ശരിയായില്ല, രാവിലെ എന്തെങ്കിലും കിടികിടിയാണെങ്കിൽ എടുക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ ഭക്ഷണം വയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിഞ്ഞ് അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് സംസാരിച്ച് യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ട് ട്രോളിയിട്ട് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂട്ടെ. അതാണ് ഇപ്പോൾ രാവിലത്തെ ഇപ്പോൾ റീമുള്ളതുകൊണ്ട് അതാണ് നമ്മളുടെ പണി. ഓരോരുത്തർ വീഡിയോസൊക്കെ ഉണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെയൊക്കെ രാവിലെ ചായ നിർബന്ധം കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് ചായ ഇല്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ രാവിലെ കടിക്കൊപ്പം കട്ട ചായ നിർബന്ധമാണ്. ഇതെന്താ എന്ത് ലയൺ എന്താ ഇതെന്താ ടൈഗർ ഇതാ ടൈഗർ ഇതെന്താ ലയൺ. പൈബുവിൻ്റെ മെയിൻ ആൾക്കാരാണ് അതിട്ടാ. കുറേ അനിമൽസിനെ ഭയങ്കര ഇഷ്ടം. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് അനിമൽസിനായിട്ട് ഇരുന്ന് കളിക്കും. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ അവനെ സാധാരണ അങ്ങനെ കുളിപ്പിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ആകെ മൂത്രമൊക്കെ ലീക്കായിട്ട് ആകെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ തന്നെ കുളിപ്പിക്കാൻ വിചാരിച്ചതിനെ കുളിപ്പിച്ച് അങ്ങനെ കെടുക്കുകയില്ലട്ട്. ക്രീമൊന്നും തേക്കാൻ സമ്മതിക്കാറേ ഇല്ല. ഏതേലും ഇതുപോലെ ആണ്ടിലൊരിക്കലാണ് മേത്തൊക്കെ ക്രീം വയ്ക്കാൻ ഓടും. കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ഇങ്ങനെ ഇടാൻ തന്നെ ധൃതിയാണ്, പൊരിച്ചലെല്ലാം ഓടും. ഇപ്പം അത് 2 കൈയിലും മുട്ടായി ഉള്ളതുകൊണ്ടാണ് അനങ്ങി കിടക്കണിട്ടാ. ഇത് കഴിഞ്ഞ മുട്ടായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പ് ഇട്ടിട്ടേ, ഇല്ലെങ്കിൽ സമ്മതിക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കിട്ടിയ ചാൻസിൽ ചേച്ചി ക്രീമും ഒക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ട് വിശദമായിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ അവനെ കിട്ടാറന്നില്ല. അപ്പോൾ അങ്ങനെയായിട്ട് കാരണം ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് സ്കിന്നിൻ്റെതും അവൻ്റെതൊക്കെ ഡ്രൈ ആയിക്കണേ. അപ്പോൾ അങ്ങനെ തേക്കാൻ സമ്മതിക്കാറില്ലല്ലോ. പിന്നെ അവൻ്റെ മുടി ഇപ്പോൾ കണ്ടങ്ങനെ ചുരുണ്ട് വരണ്ടിട്ടോ വലുതാവും തോറും. അപ്പോൾ ഷാമയ്ക്ക് എപ്പോഴും പറഞ്ഞ് ഈരി കൊടുക്കുന്നു ഉമ്മൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ മുടിയൊക്കെ ഈരി കൊടുത്ത് അവന് രാവിലെ തന്നെ കുട്ടപ്പനാക്കി ഇരുത്തുക ചെയ്യണത്. രാവിലെ കുളിച്ചിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുളിപ്പിക്കണേ അവനല്ല ആള്. എനിമൽസിന് കൊടുക്കുക എന്ത് കൊടുത്ത്
അനിമൽസിനാ എന്തിന് ഐബുവിന്റെ ഫ്രണ്ട്സ് ആണിത്. അപ്പോൾ മൂപ്പരാൾക്ക് അങ്ങനെ അനിമൽസൊക്കെ കിട്ടിയ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടം. ഗൾഫിൽ മുതലേ നമ്മൾ ക്യാരി ഡൗൺ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അനിമൽസിൻ്റെ ഭ്രാന്ത്. അപ്പോൾ എന്നിട്ട് ഞാനും റീമയും ഭാഗത്തുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് ടേബിളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇത്തിരി കറിയും പുട്ടൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഉമ്മ പറയും നിങ്ങളെന്താ ഒരു പുട്ട്, ഞാനും റീമൊക്കെ ഒരു പുട്ട് കഴിക്കുള്ളൂ, നമുക്ക് പുട്ട് വലിയ തലയ്ക്ക് പുട്ട് തീരെ താല്പര്യമില്ലാത്ത ആളാട്ടോ. ഞാനിവിടെ വരുമ്പോഴാണ് പുട്ട് കഴിക്കുക. എന്നിട്ട് അവിടെ മേമി ഉമ്മൊക്കെ ചീത്ത പറയും, അല്ല കളിയാക്കും. എനിക്ക് അവിടെ പോയ പുട്ട് കഴിക്കാനൊക്കെ പറ്റൂലേ, വീട്ടിൽ ഞാൻ തല്ലുണ്ടാക്കുക ചെയ്യൊക്കെ പുട്ട് വേണ്ട പുട്ട് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ തിന്നില്ല, എനിക്ക് വേറെ എന്തെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇക്കുള്ളൊരു ക്വാളിറ്റിക്ക് തോന്നിയുള്ള എന്താ വെച്ചാൽ ഞാൻ എവിടെ പോയാലും അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഇക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇക്ക് തിന്നാത്ത കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അറിയാത്ത വീട്ടിൽ പോയാലും ഞാൻ തിന്ന് നോക്കും അങ്ങനെ തിന്ന് നോക്കാണ്ടിരിക്കില്ല. പക്ഷെ നമ്മൾ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലതൊന്നും പറ്റില്ല കേട്ടോ. തിന്ന് നോക്കിയിട്ട് തീരെ പറ്റാത്ത ഞാൻ തിന്ന് നോക്കില്ല. അല്ലെങ്കിൽ നോർമൽ അല്ലാണ്ട് തിന്നുന്നതൊക്കെ ഞാൻ വീട്ടിൽ പോയാലൊക്കെ തിന്ന് നോക്കാറുണ്ട്. പിന്നെ ഇതാ അടിച്ചു വരണായിട്ട് ഇവിടെ മെയിൻ പരിപാടി ടോയ്സൊക്കെ ഒതുക്കി വെക്കണം. നോക്കണ്ട അതൊക്കെ വലിച്ചിടല്ലേ, ഞാൻ പൊതുക്കിക്കല്ലേ, വലിച്ചിടല്ലേ മാർക്ക്. എന്ത് നോക്കട്ടെ, കുട്ടിയാവില്ലേ? അപ്പൊ ഞാൻ പൊതുക്കിയൊക്കെ കണ്ടില്ലേ? അയ്യോ ഞാൻ ഉദ്ദേശിച്ചതില്ല മാർക്ക്. എന്ത് നോക്കട്ടെ, വലിച്ചിടല്ലേ. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഐബൂന് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണ കണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒതുക്കി വെക്കണ കണ്ടല്ലോ, അപ്പോൾ വലിച്ചിടുക, വെറുതെ വന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പരിപാടി. കുട്ടികൾക്ക് ഒതുക്കി വൃത്തിയിൽ കാണാൻ ഇഷ്ടമല്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒതുക്കിയൊക്കെ വെച്ച് അടിച്ചു വരാൻ പോയിട്ട്, അപ്പോൾ അടിച്ചു വരുമ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരിക. കാരണം കിട്ടിയ ചാൻസിൽ മുറ്റത്ത് കൂടാൻ വിചാരിച്ചിട്ട് ഇവിടെ അങ്ങനെ മുറ്റത്തേക്ക് അങ്ങനെ ഇറക്കാറില്ല, വീട്ടിലാകുമ്പോൾ എപ്പോഴും ഇറക്കുമല്ലോ. അപ്പോൾ ഇവിടെ അടിച്ചു വരാനൊക്കെ എൻ്റെ കൂടെ വന്ന് കിട്ടിയ ചാൻസിൽ അങ്ങനെ ഓടും. അപ്പോൾ എങ്ങനെ പോയാലും ഉച്ച വരെ ഇവിടെ എങ്ങനെയൊക്കെ എൻഗേജ്ഡ് ഔട്ട്, ഇതുപോലെ അല്ലാതെ ചില പണികളും പിന്നെ ഇവന് ഭക്ഷണം കൊടുക്കലും ഇവൻ്റെ പിന്നാലെ ഓടലും, എങ്ങനെ ആയാലും രാവിലെ മുതൽ ഉച്ച വരെ ഫുള്ളി എൻഗേജ്ഡ് ആവും. വെറുതെ ഇരിക്കാനും അങ്ങനെ നേരം ഉണ്ടാവില്ല. അതാണ് എന്നൊറ്റിൻ്റെ റുട്ടീൻ. ഇങ്ങനെ അടിച്ചു വരിക, ഭക്ഷണം കൊടുക്കുക, അതുണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയും പോകും. പിന്നെ ഇത് ഉമ്മ ഇന്ന് ഉച്ചക്കൊക്കെ ബീഫാണ്. അപ്പോൾ ഉമ്മ അവിടെ ബീഫിനുള്ള കറി നിലത്തുണ്ട്, പിന്നെ ഉപ്പേരി ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോണേ, എങ്ങണ്ടാ? ആരും ഇല്ലാത്തത് കൊണ്ട് ഐബൂന് കളിക്കാൻ ആരെങ്കിലും വേണം. അപ്പൊ കൈ പിടിച്ചു കൊണ്ടുപോവാ അല്ലേ? എന്താണ് എടുത്തോ, പിടിക്കണ. പിന്നെ ഏറ്റവും കൂടുതൽ ടാസ്ക് എന്താണെന്നറിയോ, ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഐബൂന് ഭക്ഷണം കൊടുക്കാൻ അയക്കണ സമയത്ത് കണ്ടില്ലേ, തട്ടുകയാണ് ചെയ്യുക. തീരെ തിന്നാൻ കൂട്ടാക്കില്ല. ഇങ്ങനെ തട്ടി കുറേ തട്ടി കഴിഞ്ഞാലാണ് ഒന്ന് കൂട്ടാക്കും, വായ തുറക്കും. അങ്ങനെ തിന്നും. എത്ര 3/4 മണിക്കൂറോളം അവിടെ പോകും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ രാവിലെയൊക്കെ ഫോൺ നോക്കുക, അല്ലെങ്കിൽ ഉമ്മാക്ക് വിളിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജൊക്കെ നോക്കുക. കാരണം മറ്റേ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് തിരക്കിലാവുമല്ലോ. ഇത് പിന്നെ ഇവന് ഭക്ഷണം കൊടുക്കുക എങ്ങനെ 3/4 മണിക്കൂർ കണ്ടാൽ തട്ടാണ്. ഇപ്പോൾ തീരെ ഫുഡ് കഴിക്കണില്ല, ഭയങ്കര മടിയായിട്ടുണ്ട് 2 ദിവസമായിട്ട്. ഇങ്ങനെ തല അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തട്ടും, ഭയങ്കര മടി, നല്ല മടിക്ക്. ഇടയ്ക്ക് എൻ്റെ പ്രാന്ത് കയറും, ക്ഷമൊക്കെ നശിക്കും. കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കും. പിന്നെ നമുക്കായാലും ഇങ്ങനെ പ്രാന്തുമില്ല, എത്രയും വിചാരിച്ച് ഇങ്ങനെ ഇതാക്കേ ദേഷ്യം വരും. ഒളിച്ചിട്ടാ ഇപ്പൊ ഒളിച്ചിട്ടാ ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ, കാണില്ല, ഒളിച്ചേ കണ്ടേക്ക് ജിമ്പുമ്പ. അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്നും ഉണ്ടാവണമെന്ന് വെച്ചാൽ തിരുമ്പിയതുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക, എന്നിട്ട് അത് മടക്കി വെക്കുക. അതുപോലെ തിരുമ്പാനുള്ളത് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി തിരുമ്പുക, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഫുഡ് കൊടുത്താൽ ഞാൻ സെറ്റായിരിക്കുമല്ലോ, അപ്പോൾ അത് പണി ചെയ്യും. അപ്പോൾ ഞാൻ 2 days കൂടുമ്പോഴായിട്ട് തിരുമ്പുക. കാരണം ഐബൂൻ്റെയാണ് വാഷിംഗ് മെഷീനിലിടില്ല, ഞാൻ കല്ലുമ്പോൾ തിരുമ്പുക ചെയ്യും. അപ്പോൾ എന്നിപ്പോൾ 2-3 എണ്ണമാകുമ്പോൾ തിരുമ്പുക കാര്യമായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴാകുമ്പോൾ ഒരു 6-7 ഡ്രസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് തിരുമ്പുക ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ തിരുമ്പിയതൊക്കെ ഉള്ളത് എടുത്ത് മടക്കി വെച്ചിട്ട് തിരുമ്പിയതൊക്കെ ഇങ്ങനെ തോരട്ടുകൊണ്ടിരിക്കട്ടെ. ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും വിശന്നൊരു വിധാവൂട്ടാ. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിക്കായിരുന്നു. ഇപ്പോൾ നല്ല പച്ചക്കറി ഇന്നലത്തെ ഉണ്ട്, പിന്നെ പയറുപ്പേരി ഞാൻ വെച്ചത് ഉമ്മയുടെ ബീഫ് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടാ, പപ്പടം. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടൊരു പിടി പിടിക്കട്ടെ.
ഉറങ്ങാൻ വരുമ്പോ മാത്രം എന്തിനാണ് ഐബോ ഇങ്ങനെ കരയണത്? അടുത്ത് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ ഉറക്കാൻ കൊണ്ടുപോകുക. കാരണം ഇവന് ഉറക്കാൻ ഇപ്പോൾ കുറേ നേരം വേണം ഫീഡിങ് നിർത്തിയോണ്ടേ. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൻ്റെ തല കറങ്ങും വിശന്നിട്ട്. ഇപ്പോൾ ഉറങ്ങാൻ കണ്ട ഭയങ്കര സീന കരഞ്ഞ് പൊളി. ഇപ്പോൾ അവൻ്റെ പുതിയ സൂക്കേടാണ്, ഈ ഫീഡിങ് നിർത്തിയ ശേഷമുള്ള പുതിയ സൂക്കേട്. കരഞ്ഞാണ്ട് പൊളിക്കും, ഉറങ്ങാൻ ഇഷ്ടമല്ല, കരഞ്ഞ് പൊളിക്കുക. എത്ര ഉറക്കം വന്നാലും കരഞ്ഞ് പൊളിക്കുക, എടുക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഒരു വിധം എങ്ങനെയൊക്കെയാണ് കുറേ കഥ പറഞ്ഞ് അതൊക്കെ ചൊല്ലി അങ്ങോട്ട് ഉറക്കും. അത് അവൻ ഉറക്കമൊക്കെ കെടുത്തതിന് ശേഷം ഞാൻ കുളിച്ച് വന്ന് ഇപ്പം ഞാൻ ഇന്നും നല്ല കുട്ടിയായിട്ട് പുതിയ ശീലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ ഈരി ചെടൊക്കെ തീർത്ത് എന്നും ഇപ്പോൾ കെട്ടിയേക്കും കുളിച്ച് കഴിഞ്ഞാൽ. ആദ്യം അങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല കുട്ടിയൊക്കെ ഓരോരോ ശീലങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം, അത് നല്ല കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ മുടിയൊക്കെ കെട്ടി ഇപ്പോൾ കണ്ടിൻ്റെ മുടി നല്ലോണം കുറഞ്ഞേക്കണം, തുമ്പത്ത് നല്ല കളറ് അടിച്ചത് അറിയുന്നുണ്ട്. കണ്ട ചെങ്ങായി ഇപ്പോൾ ഉറങ്ങി അങ്ങനെ സെറ്റ് ആയിക്കണം. നല്ല ബുദ്ധിമുട്ടപ്പോൾ ഉറക്കാനേ ഭ്രാന്ത് വരും ഉറക്കി അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും. ഇവ ഉറങ്ങി കഴിഞ്ഞാലാണെന്ന് സമാധാനമായിട്ട് കെടുക്കുക കേട്ടോ. ഒരു 3 മണി 3:30 ടൈമിലാണ് ഞാനൊരു ദിവസം അങ്ങനെ നല്ല പോലെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കാണുക, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കാട്ടുക. അപ്പോൾ ഞാനിവനെ ഉറങ്ങി അപ്പനെ പോയി കുളിച്ചിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 3/4 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രിപ്പിൽ ഉറങ്ങുള്ളൂ. പിന്നെ വീണ്ടും എണീറ്റ് ഉറക്കാൻ നല്ല സീനാണ്. അപ്പോൾ കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ എന്നിട്ട് ഞാൻ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സുഖമായിട്ടിരുന്ന് കാണും. പിന്നെ ഈ സമയത്താകുമ്പോൾ പണികളൊന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കണ സമയം. അപ്പം ഞാൻ ഉറങ്ങില്ല, ഞാൻ ഇവ ഉറങ്ങുന്ന സമയം കൊണ്ട് എണീക്കണവരെ അവിടെ കിടന്നിട്ട് സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോസ് കുറേ കണ്ടപ്പോൾ അതും കാണാനൊക്കെ കണ്ട് സമാധാനമായിട്ട് കുറച്ച് നേരം കിടക്കും അവിടെ. മുട്ടലാണ്ട് അവിടെ ഒതുക്കിരിക്കടാ. ഇവിടെ ഇരുത്തിയ ആള് നോക്ക്, ഇതാണ് ഇവന്റെ സ്ലേവ്. ഇരുത്താനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അവിടെ ഒതുങ്ങിരിക്കുക, അവിടെ ഒതുങ്ങിരിക്കേ ഇരിക്കേ. കുരുത്തക്കേട് കാട്ടോ ഓരോന്നില്ലേ. അപ്പം ഇപ്പോൾ തൊട്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ എന്നും ഒരു ഗ്ലാസ് ബൂസ്റ്റും അതുപോലെ മുട്ട എന്തെങ്കിലും ചിക്കിയതോ പുഴുങ്ങിയതൊക്കെ കൊടുക്കാൻ നോക്കൂട്ടെ. ഡോക്ടർ പറഞ്ഞിരുന്നു പ്രോട്ടീനൊക്കെ നല്ലോണം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട്, കാരണം തീരെ തിന്നല്ലോ അവന്. അപ്പോൾ ഇതുപോലെ പുറത്തൊക്കെ നടത്തിയിട്ട് പൂച്ചനെ കാണിച്ചിട്ടും കാക്കനെ കാണിച്ചിട്ടും എങ്ങനെയൊക്കെ പരമാവധി എടുത്ത് നടന്നിട്ട് കൊടുക്കാൻ നോക്കും. മൂപ്പരാളെ കാണിച്ച് പുറത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇവൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ 4 ദിവസം തിന്നാൽ 5-ാം ദിവസം തിന്നില്ല. മുട്ട കുഴപ്പമില്ലാണ്ട് ഇന്ന് തിന്നാൻ നല്ല മടി, തിന്നണേ ഇല്ല. ബൂസ്റ്റ് പിന്നെയും കുടിക്കേണ്ടിട്ട് ഇനി എന്നത് നിൽക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. 4 ദിവസം കുടിച്ചാൽ 5-ാമത്തെ ദിവസം വേണ്ട. എന്ത് കുടിക്കുന്നു? ബൂസ്റ്റ് എന്താ പാക്കപ്പാ? അങ്ങനെ ഐബുവിന് കൊടുക്കാൻ നോക്കി. മുട്ട തിന്നേയില്ല കേട്ടോ, ബൂസ്റ്റ് പിന്നെയും കുടിച്ച്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്കിത് വൈകിട്ട് ഇന്ന് ബ്രെഡ്, മുട്ട, മയോണീസ്, ജാം അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനതായിട്ട് പുറത്തേക്ക് വന്ന്, കാരണം അവരൊക്കെ ഓൾറെഡി കഴിച്ചിരുന്നു. അപ്പോൾ ഐബു ഇങ്ങനെ ഈ സമയമാകുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തുണ്ടാവും. ജസ്റ്റ് ഉമ്മ നടക്കും, ഐബു അതുപോലെ അവിടെ ഇവിടെ ഓടി കളിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. ഒരു മഗ്‌രിബാകുമ്പോൾ തുണികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയറും. അങ്ങനെ മഗ്‌രിബൊക്കെയായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ ഒതുക്കി കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ എന്നും രാത്രിക്കത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്യൂറോസ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒതുക്കും. കാരണം നല്ല അലമ്പായിട്ട് ഇങ്ങനെ കിടന്നിരുന്നല്ലോ, മെല്ലെ മെല്ലെ ഇങ്ങനെ ഒതുക്കും. രാത്രി വല്ലാണ്ട് ഇങ്ങനെ പണി ഉണ്ടാവില്ല. അപ്പോൾ കുറേ നേരം ഫോണിൽ നോക്കി ഒരിക്കുമ്പോൾ പ്രാന്താവുമല്ലോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ബ്യൂറോസൊക്കെ ഇങ്ങനെ ഒതുക്കുക. അങ്ങനെ ഇതൊക്കെ ഒതുക്കിക്കണം. പിന്നെ പ്രത്യേകിച്ച് രാത്രിക്കത്തെ വേറൊന്നും ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഡെയിലി റുട്ടീൻ ഇങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ഓരോ മാറ്റങ്ങൾ വരും, പക്ഷേ മെയിനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒരു ഇക്കാടെ വീട്ടിലാവുമ്പോൾ ഉണ്ടാവുക.
അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.